ബൃഹസ്പതിയെ കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം എങ്കിലും നമ്മുടെ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകളും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചൊക്കെ പറയേണ്ടി വരും, താരയെ കുറിച്ച്. അപ്പൊ ചന്ദ്രനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയും നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള താരയെ കുറിച്ച്, ബൃഹസ്പതിയുടെ ഭാര്യയായിരിക്കുന്ന താരയെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇന്ദ്രനെ കണ്ടെത്തിയ ആളെന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ വിവരണം എന്നാൽ അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലായത്. ബാക്കി പിന്നീട് വിശദീകരിച്ചാൽ മതി. അതായത് ബൃഹസ്പതിയെ കുറിച്ച് പറയുവാണെങ്കിൽ മോഹൻജി ആ ദേവഗുരുവാണ്, അറിയാലോ. അറിയാം. അതുപോലെ തന്നെ അംഗിരസ് ആണ് ബൃഹസ്പതിയുടെ അച്ഛൻ. അംഗിരസ് ആരാന്നറിയോ? കേട്ടിട്ടുണ്ടെന്നുള്ള ലോകത്തിലെ 7 പേർക്കാണ് സ്റ്റാർ പദവി കൊടുത്തേക്കുന്നത് ഭാരതം. അതെ. അത് മരീചി, അത്രി, അംഗിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്ന് പറയുന്ന ആ സപ്തർഷികൾക്കാണ്. എന്ന് വെച്ചാൽ ഗണിതശാസ്ത്രത്തിന്റെ, ജ്യോതിശാസ്ത്രത്തിന്റെ, നക്ഷത്രശാസ്ത്രത്തിന്റെ, വ്യോമ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ലോകത്തിന് സംഭാവന ചെയ്ത സൂര്യ തേജസ്വികളായിട്ടുള്ള ആ ഋഷീശ്വരന്മാർക്കാണ് നമ്മൾ നക്ഷത്ര പദവി കൊടുത്തിരിക്കുന്നത്. സപ്തർഷി നക്ഷത്രക്കൂട്ടം എന്ന് പറയുന്ന പേരിൽ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആ സ്റ്റാറുകൾക്ക് നമ്മളുടെ ഈ ശാസ്ത്രജ്ഞന്മാരുടെ, നമ്മളുടെ ഈ ഋഷീശ്വരന്മാരുടെ പേര് കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് ഭാരതം. ലോകത്തിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് സ്റ്റാർ പദവി കൊടുത്തിരിക്കുന്നത് ആ സപ്തർഷികളിലെ ഒരാളായിരിക്കുന്ന നമ്മളുടെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ അംഗിരസിന്റെ പുത്രനാണ് ബൃഹസ്പതി. അപ്പൊ അതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അംഗിരസിനെ കുറിച്ചും ബൃഹസ്പതിയെ കുറിച്ചും താരയെ കുറിച്ചും ഒക്കെ പറയാനാണെങ്കിൽ. അപ്പൊ നമ്മള് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. രസാണത് ആ സംഭവം. അപ്പൊ ഇതിനകത്ത് സാരഥി എന്ന് പറഞ്ഞാൽ മാലതി, വൃക്ഷം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷം ദേവതാരം എന്ന് പറയുന്ന വൃക്ഷമാണ്. ദേവതാരം. മാളിക വൈജയന്തം എന്ന് പറയുന്നതാണ്. വില്ല് ശക്രധനു എന്ന് പറയുന്നതാണ്. മഴവില്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദ്രധനുസ്. ശക്രധനു. ഈ സേനാനി ആരാന്നറിയോ ഇന്ദ്രന്റെ? മൗണ്ടുകളാണ്, കുമാരന്മാരാണ്, പർവ്വതകുമാരന്മാരാണ്, സുബ്രഹ്മണ്യനാണ്. അവരാണ് സേനാനി, ദേവസേനാനിയാണ് സുബ്രഹ്മണ്യൻ. ഇപ്പൊ നമ്മുടെ കീർത്തനങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ടല്ലോ ദേവസേനാനിയാണ്. അതെ. ദേവരാജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ദേവസേനാനി, ആ ദേവരാജന്റെ സേനാനി ആയിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യൻ ശിവതനയനാണ്. അതായത് ഭൂമിയാണ് ശിവനെങ്കിൽ, പരമശിവൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതമായിരിക്കുന്ന ഈ ഭൂമിയാണെങ്കിൽ, പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമാണ് ഈ ശിവനെങ്കിൽ, ആ ശിവന്റെ ഉപരിതലത്തിൽ, ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭൂമി രൂപങ്ങളെ, മൗണ്ടുകളെ, കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. ആ സുബ്രഹ്മണ്യനാണ് ഇന്ദ്രന്റെ സേനാനി. കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ദ്രഗുണത്തെ ചേർത്ത് വെച്ച് ഇന്ദ്രധനുസിനെ കുലച്ച് മഴയെ പെയ്യിച്ച് ദേവലോകത്തെ പരിപാലിക്കുന്നവൻ ആരോ അവൻ, മാരിയെ കുമാരിയാക്കുന്നവൻ ആരോ അവൻ കുമാരൻ, അവൻ സുബ്രഹ്മണ്യൻ, അവൻ വെട്രിവേൽ വീരവൻ. അവനാണ് മാരിയെ കുമാരിയാക്കുന്നത്. ദ്രവ്യത്തെ വളരെ പെട്ടെന്ന് ഈ സുബ്രഹ്മണ്യനിലേക്ക് എത്തി. അതെ. ഈ സുബ്രഹ്മണ്യൻ ദേവ സൈന്യത്തിന്റെ സൈന്യാധിപനാണല്ലോ. അതെ. അപ്പോ അത്ര രസകരമായിട്ടുള്ള ഒരു വേദവിശേഷമാണ് പ്രണവവേദം ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. വളരെ അത്ഭുതം തോന്നുന്നു. നമ്മൾ ആചരിക്കുന്ന, അനുഷ്ഠാനം നടത്തുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, പൂജിക്കുന്ന ആ ദൈവങ്ങളുടെ പേരുകളും ഇപ്പോ അങ്ങ് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വിശ്വസനീയമായ തരത്തിലുള്ള, വിശ്വസിക്കാതിരിക്കാൻ തരമില്ലാത്ത, തർക്കത്തിന് സ്ഥാനമില്ലാതെയാണ് അങ്ങ് ഇന്ദ്രനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും സുബ്രഹ്മണ്യനെ കുറിച്ചും ഇന്ദ്രാണിയെ കുറിച്ചും ഗംഗയെ കുറിച്ചും പാർവതിയെ കുറിച്ചും ഒക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേക, നമ്മൾ ഇന്ന് വരെ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ നിറച്ചു വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണെങ്കിലും ആ സംവിധാനം മുഴുവൻ അതല്ല, മറ്റൊരു തലത്തിലാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഈ പ്രണവവേദയിലൂടെ എനിക്ക് മനസ്സിലായി വരുന്നത്. നമ്മൾ കണ്ട തലങ്ങളിൽ കൂടിയല്ല, മനസ്സിലാക്കിയ തലങ്ങളിൽ കൂടിയല്ല, പുതിയതായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സത്യം എന്താണെന്ന്. ശാസ്ത്രീയ അടിത്തറയോടുകൂടി നമ്മുടെ ദേവസങ്കല്പങ്ങളെ മുഴുവനും അങ്ങ് കൃത്യമായി തൊട്ട് കാണിക്കുകയാണ്. അതെ അതെ അതെ.
ഞങ്ങളെപ്പോലുള്ള അന്വേഷിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വലിയ സന്തോഷം ഇത് കേൾക്കുമ്പോ. ഇപ്പം ഇന്ദ്രനെ കുറിച്ച് അഷ്ടദിക്പാലകരെ കുറിച്ച് പറഞ്ഞ് ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇന്ദ്രാണി ആരാണെന്നും എല്ലാം പറഞ്ഞു വന്നിട്ട് ഇന്ദ്രന്റെ സേനാനിയായിട്ടുള്ള ഈ സുബ്രഹ്മണ്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രകൃതിയിലെ ഭൂമിയും വായുവും ആകാശവും എല്ലാം ബന്ധിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളെന്നും അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളെന്നും ഇത് ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി തന്നെ പ്രണവവേദയിലൂടെ അങ്ങിത് വർണ്ണിക്കുമ്പോ ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നുക. എങ്ങനെ ഇതെല്ലാം വർണ്ണിച്ചു കേൾക്കുമ്പോഴേ പുതിയൊരു ലോകത്തിൽ എത്തി നിൽക്കുന്ന പോലെ തോന്നുക. ഒരുപാട് സന്തോഷം. കാരണം ഇത് നമ്മൾ അഷ്ടദിക്പാലകരിൽ ഒരാളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചിരിക്കുന്നത്, ഇന്ദ്രനെ കുറിച്ച്. ഈ ഇന്ദ്രന്റെ പ്രതിഷ്ഠണമാണ് ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രങ്ങളിൽ ആവശ്യം. ഇന്ദ്രിയ ഗുണമുള്ളവര് ഇന്ദ്രഗുണമുള്ളവരാവണം എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പൊ ആ ഇന്ദ്രഗുണമാണ് ജീവന്റെ പ്രതിഷ്ഠണം. ജീവന്റെ സഞ്ചാരമാണ് ചാതുർവർണ്ണയത്തിന് കാരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചാതുർവർണ്ണയം തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മളുടെ വേദശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തിലാണ് അത് വരുന്നത്. അത് നമ്മള് ഈ ഇന്ദ്രഗുണമാണ് ആ പ്രതിഷ്ഠണത്തിന് കാരണം. ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നത് ഇന്ദ്രഗുണമാണ്. ആ ഇന്ദ്രന്റെ ഗുണത്തെ സമ്മാനിക്കുന്ന ഇന്ദ്രന്റെ സഹോദര ഭാവത്തിൽ നിൽക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകമാണ്. ഇന്ദ്രന്റെ സേനാനി സുബ്രഹ്മണ്യനാണ്. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ്. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ മഴമേഘമാണ്. ആ ഇന്ദ്രന്റെ ആകാശഗംഗയിൽ നിന്ന് ജനിക്കുന്ന ഇന്ദ്രിയങ്ങളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്ന ജീവന്റെ മായയായിരിക്കുന്ന ജലത്തെയാണ് ഇന്ദ്രാണി എന്ന് പറയുന്നത്. ആ ഇന്ദ്രാണി ഇന്ദ്രനാൽ ഇന്ദ്രിയങ്ങളുള്ള ജീവലോകമായി മാറുന്നു. ഇന്ദ്രജാലം തീർക്കുന്നു, ജീവജാലം തീർക്കുന്നു, ജലേന്ദ്രജാലം തീർക്കുന്നു. അത് തീർക്കുന്ന സ്ഥലത്തിന്റെ പേര് അമരാവതി. അതെ, അതിന്റെ പീഠത്തിന്റെ പേര് അമരാവതി. ആ പീഠത്തിന്റെ പേരാണ് അമരാവതി. അത് കിഴക്ക് ദിക്കിന്റെ പീഠമാണ്. കിഴക്ക് ദിക്കിന്റെ അധിപനാണ്. ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം.